ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരു ജീവാത്മാവ് തൻ്റെ ബുദ്ധിയെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവായ പരമേശ്വരനിൽ ദൃഢമായിട്ട് ഉറപ്പിക്കണം. ഇതാണ് യോഗം. ഈ യോഗത്തിനെയാണ് ഉദ്ധവ ഞാൻ എൻ്റെ ശിഷ്യരായ സനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഉദ്ധവൻ ചോദിക്കണു ഭക്തവത്സലനായ ഭഗവാനോട്, ഭഗവാനെ, അവിടുന്ന് ഏത് സ്വരൂപം സ്വീകരിച്ചിട്ടാണ് സനകാദികൾക്ക് യോഗം ഉപദേശിച്ചു കൊടുത്തത്? എന്നാ ഉപദേശിച്ചു കൊടുത്തത്? അത് വിസ്തരിച്ച് പറഞ്ഞു തരണേ. അങ്ങയുടെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന പരമഹംസ തത്വം അവിടുന്ന് സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ഭഗവാൻ താൻ ഹംസാവതാരം സ്വീകരിച്ച കഥ പറയുന്നു. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ യോഗത്തിൻ്റെ സൂക്ഷ്മരൂപത്തിനെ പറ്റി അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബുദ്ധി എന്നത് ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്വാദി ഗുണങ്ങൾ ഉണ്ടാവുന്നത് ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധി ഗുണങ്ങളോടും ഗുണങ്ങൾ ബുദ്ധിയോടും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ബുദ്ധിയിൽ നിന്ന് ത്രിഗുണങ്ങളെ അകറ്റിയാലല്ലേ ഒരു ജീവാത്മാവിന് മുക്തനായി തീരാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിയും ഗുണങ്ങളും അന്യോന്യം ആശ്രയിച്ചിരിക്കെ, പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കെ എങ്ങനെയാണ് ബുദ്ധിയിൽ നിന്ന് ത്രിഗുണങ്ങളെ അകറ്റണത്? ഇതായിരുന്നു ബ്രഹ്മദേവനോട് സനകാദികൾ ചോദിച്ച ചോദ്യം. ആ സമയത്ത് ബ്രഹ്മദേവന്റെ മനസ്സ് കർമ്മവാസനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സനകാദികളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല. അവരുടെ സംശയം തീർക്കാനായിട്ട് ബ്രഹ്മദേവൻ എന്നെ സ്മരിച്ചു ഉദ്ധവ എന്ന് പറയണു ഭഗവാൻ. ഉടൻ തന്നെ ഞാനൊരു ഹംസത്തിൻ്റെ സ്വരൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സനകാദിമുനിമാർ എന്നെ നമസ്കരിച്ച ശേഷം ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. പരമാർത്ഥ തത്വത്തിനെ അറിയണം എന്നാഗ്രഹിക്കുന്ന ആ പരമഹംസന്മാരായിരിക്കുന്ന സനകാദികൾ അവർക്ക് ഞാനന്ന് പറഞ്ഞു കൊടുത്തതായ ആ ഉപദേശം, ആ ഹംസഗീത ശ്രദ്ധിച്ചു കേൾക്കൂ. അപ്പോൾ അങ്ങയ്ക്ക് മനസ്സിലാവും ഉദ്ധവ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച് എങ്ങനെ ഒരു ജീവാത്മാവിന് മുക്തനായി തീരാം എന്നുള്ള അനുഷ്ഠാനം എൻ്റെ ആ ഉപദേശത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഹംസരൂപിയായ ഭഗവാൻ സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തതായ ആ ഹംസഗീതയെ പറയണു. സനകാദികളെ ചോദിച്ച ചോദ്യം, ഗുണേഷ്വാവിശതേ ചേതോ ഗുണശ്ചേതസിജ പ്രഭോ കഥമന്യന്യസന്ത്യാഗോ മുമോക്ഷോ അതിഥിരീരിഷോ എന്നാണ് ബ്രഹ്മാവിനോട് ചോദിച്ചത്. വിഷയങ്ങളും മനസ്സും പരസ്പരം വേർപെട്ടാലല്ലേ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് മോക്ഷത്തിന് സാധിക്കുള്ളൂ. ഇതാണ് ചോദിച്ചത്. ബ്രഹ്മാവിന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ഉദ്ധവ, ഞാനവിടെ ഒരു ഹംസരൂപിയായിട്ട് വന്നു. സൂക്ഷ്മബുദ്ധികളായിട്ടുള്ള സനകാദികൾക്ക് എന്നെ കണ്ടപ്പോൾ ഉള്ളൊരു ബഹുമാനം ഉണ്ടായി. പക്ഷെ ഞാൻ ആരാണ് എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായില്ല എന്നവരുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കോ ഭവാൻ, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഭഗവാൻ ഹംസഗീതയ്ക്ക് തുടക്കം കുറിക്കണം. ഭഗവാൻ ആദ്യം പറഞ്ഞത് വസ്തുനോ യജ്ഞാനത്വാത് ആത്മന പ്രശ്ന ഈദൃശ കഥം ഘടേതവോ വിപ്രാഹ് വക്തുർവാ മേക ആശ്രയ. വസ്തുനോ യതി അനാനത്വാത്, വസ്തുക്കൾക്ക് നാനാത്വം ഇല്ല എങ്കിൽ, വസ്തുക്കൾ പലതില്ല എങ്കിൽ, ഹേ ബ്രാഹ്മണരുടെ, നിങ്ങളുടെ ഈ ചോദ്യം എങ്ങനെ പ്രസക്തമാവും? കഥം ഘടേത, എങ്ങനെയാ യോജിക്കണത്? വക്താവായിരിക്കുന്ന എനിക്ക് എന്താണ് ആശ്രയം? അപ്പൊ നിങ്ങളുടെ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന രീതിയിലാണ് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്.
ആരാണ് ഞാൻ എന്ന് ചോദിച്ചു. ഇവിടെ പലതുണ്ടെങ്കിലല്ലേ ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്നതായ ആത്മാവിനെ അറിയുമ്പോൾ ദേഹസംബന്ധികളായ വിഷയങ്ങളിൽ രാഗാദിവൃത്തികൾ ഉണ്ടാവില്ല. ഇങ്ങനെ രാഗാദിവൃത്തികൾ, രാഗം, ക്രോധം, മോഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ട് വിഷയങ്ങൾക്കും മനസ്സിനും തമ്മിലുണ്ടായ ചേർച്ച തന്നെത്താനെ നശിക്കും. ഇതാണ് ഭഗവാൻ പറയാൻ പോകുന്ന ഉത്തരത്തിൻ്റെ സംഗ്രഹം. അപ്പോൾ പലതില്ല ഇവിടെ. ദേഹം, ഇന്ദ്രിയം, അന്ധകരണം, പ്രപഞ്ചം ഇതിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കുന്ന ആ പരമാത്മസ്വരൂപത്തിനെ അറിഞ്ഞാൽ, ആ ആനന്ദസ്വരൂപത്തിനെ അറിഞ്ഞാൽ പിന്നെ വിഷയങ്ങളും മനസ്സും തമ്മിൽ കൂടിച്ചേരില്ല. എണ്ണയും വെള്ളവും പോലെ രണ്ടും വേർപെട്ട് നിൽക്കും. അവരുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ, സനകാദികളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ അവരുടെ സംശയത്തിനെ തീർക്കാനായിട്ട് ഭഗവാൻ അവരുടെ ചോദ്യത്തിനെ ആദ്യം ഖണ്ഡിക്കണു. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് ആദ്യം ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഹേ സനകാദികളെ, നിങ്ങളുടെ ഈ ചോദ്യം ആത്മാവിനെ ഉദ്ദേശിച്ചിട്ടാണോ അതോ ആത്മോപാധിയായിരിക്കുന്ന അനാത്മാവായിരിക്കുന്ന ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ? ദേഹിയെ ഉദ്ദേശിച്ചിട്ടാണോ ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങളുടെ ഈ ചോദ്യം? ആത്മാവ് അനേകം ഇല്ലാത്തതുകൊണ്ട് ആത്മാവിനെ ഉദ്ദേശിച്ചാവാൻ വഴിയില്ല. കാരണം ഏകമേവ അദ്വിതീയം ബ്രഹ്മ. നിങ്ങൾ ആത്മജ്ഞാനികളാണ്. ആത്മാവ് ഏകമാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആത്മാവിനെ കുറിച്ചാവില്ല. അനേകം ആത്മാക്കളുണ്ടെങ്കിൽ അവരിൽ വെച്ച് ഒന്നിനെ തിരിച്ചറിയാൻ നിങ്ങൾ ആരാണ് എന്ന് വേണേൽ ചോദിക്കാം. പക്ഷേ നിങ്ങൾ ജ്ഞാനികളാണ്, വിവേകികളാണ്, ബ്രഹ്മജ്ഞാനികളാണ്. സദാ വൈകുണ്ഠ നിലയ ഹരികീർത്തന തൽപര ലീലാമൃതരസോന്മത്ത കഥാമാത്രൈക ജീവിന എന്ന രീതിയിൽ ആത്മാരാമന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് ആത്മാവ് ഏകനാണ്, ആനന്ദസ്വരൂപിയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആത്മാവ് ഏകനാണ് എന്നറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്? ഇതറിയാണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ദേഹത്തിനെ ഉദ്ദേശിച്ചോ ദേഹിയെ ഉദ്ദേശിച്ചോ? ദേഹി ഒന്നേ ഉള്ളൂ, ആത്മാവ് ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ എന്തിനാ ഉദ്ദേശിച്ച് നിങ്ങൾ ചോദിച്ചത് എന്നറിയാതെ ഞാൻ എങ്ങനെയാ ഉത്തരം പറയുക? ആദ്യം തന്നെ അവരുടെ ചോദ്യം അപ്രസക്തമാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ അഖില ഗുരു ആയിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചോദിച്ചത്? ഇനി അല്ലെങ്കിൽ പാരമാർത്ഥികമായ സത്യസ്വരൂപനായ ആത്മാവിൽ നാനാത്വം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, ബോധ്യപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിച്ചേ? ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? നിങ്ങൾ എന്തിനാ ഇത് ചോദിച്ചത്? ഉത്തരം പറയേണ്ടനായിട്ടുള്ള ഞാൻ, അതായത് വക്താവായ ഞാനും ചോദ്യകർത്താക്കളായ നിങ്ങളും ഏക ആത്മാക്കളല്ലേ? ഒരേ ആത്മാവിൻ്റെ പ്രതിബിംബങ്ങളല്ലേ? അപ്പൊ ശ്രോതാവും വക്താവും രണ്ടും ഏക ആത്മാവിൽ അധിഷ്ഠിതമായിരിക്കെ അതിൽ നിന്ന് അന്യമായ ഏതൊന്നിനെ കുറിച്ചിട്ടാണ് ഞാൻ ഉത്തരം പറയേണ്ടത്? ഭഗവാൻ അവരോട് ചോദിക്കണു. ഇനി ദേഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിനും ദോഷമുണ്ടല്ലോ, ന്യൂനതയുണ്ടല്ലോ സനകാദികളെ. കാരണം എല്ലാ ശരീരങ്ങളിലും പഞ്ചഭൂതങ്ങൾ സമാനമായിട്ടിരിക്കണു. ബ്രഹ്മാദി സ്തംഭ പര്യന്തമുള്ള എല്ലാ ജീവികളുടെയും ശരീരം പാഞ്ചഭൗതികമാണ്. അതിനാൽ ഭൗതികം എന്ന ഒരു ധർമ്മം സർവശരീരങ്ങൾക്കും തുല്യമായിരിക്കുന്നത് കൊണ്ട് അങ്ങ് ആരാണ് എന്ന ചോദ്യം വെറും ഒരു വാഗ്വിലാസം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ദേഹിയെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും
ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാണ് എന്നിങ്ങനെ ആദ്യം അവരുടെ ചോദ്യത്തിനെ ഖണ്ഡിക്കണു. ആത്മവസ്തുവിന് നാനാത്വം ഇല്ലല്ലോ മഹർഷിമാരെ. ആ നിലയ്ക്ക് നിങ്ങളുടെ ചോദ്യം എങ്ങനെ ശരിയാവുക? ശരിയാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇത് പറയുന്ന എനിക്ക് എന്താ ആശ്രയം? ആരാ ഞാൻ? ദേവനും മനുഷ്യനും പക്ഷിയും മൃഗവും തുടങ്ങിയുള്ള സകല ശരീരങ്ങളും പഞ്ചഭൂതാത്മകമായിരിക്കെ അങ്ങ് ആരാണ് എന്ന ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇതാണ് ഭഗവാൻ ആദ്യം ചോദിച്ചത്. നിങ്ങളുടെ ചോദ്യം തന്നെ ശരിയായില്ല. വാചാരംഭോ ഹ്യനർത്ഥക എന്ന് പറയണു. കോ ഭവാൻ ഇതിവ പ്രശ്നോ വാചാരംഭോ ഹ്യനർത്ഥക. നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ അപ്രസക്തമാണ്, അനർത്ഥകമാണ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഡ്ഢിത്താണ്. എല്ലാ ദേഹങ്ങളും പാഞ്ചഭൗതികമാണ്, ഒരേപോലെയാണ്. അപ്പോൾ ദേഹം ഒരുപോലെ. എല്ലാ ദേഹികളും ഒരേ ആത്മാവിൻ്റെ ചൈതന്യം, അപ്പോൾ അതും ഒരുപോലെ. ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ജീവികൾ തമ്മിൽ വ്യത്യാസമില്ല എന്നിരിക്കെ അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കണം. ഇത് സാധാരണയായിട്ട് നമ്മുടെ ലൗകിക ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അപരിചിതനായൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു സാധാരണ ലൗകികന് ചോദിക്കാം അങ്ങ് ആരാണ് എന്ന്. കാരണം സാധാരണക്കാര് ആത്മജ്ഞാനികളല്ല. ഇവിടെ ഭഗവാൻ ചോദിക്കാൻ കാരണം സനകാദികൾ സാധാരണക്കാരല്ല, ആത്മജ്ഞാനികളാണ്. സദാ വൈകുണ്ഠ നിലയാ എന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചു. ഏകവും അദ്വൈതവുമായ പരമാത്മാവ് മാത്രമാണ് സത്യവസ്തു എന്ന് അറിയുന്നവരാണവര്. ആത്മജ്ഞാനികളാണ്, ഊർധ്വരേതസ്സുകളാണ്, ജന്മനാ തന്നെ മുക്തി പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് അവര് ഭാര്യ, പുത്ര, ഗൃഹ ആദികളിൽ യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ ഊർധ്വരേതസ്സുകളുടെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതും സൃഷ്ടിയാദി ലീലകളിൽ വ്യാപിക്കാതിരുന്നതും. അതാണ് ബ്രഹ്മാവിന് കോപം വരാനുണ്ടായതും ഭൃഗുടി മധ്യത്തിൽ നിന്ന് രുദ്രന്റെ ആവിർഭാവം. ഇതൊക്കെ തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ആത്മാവ് മാത്രമാണ് നിത്യമായിട്ട്, സത്യമായിട്ട്, ഏകമായിട്ട്, ആനന്ദസ്വരൂപമായിട്ട് ഉള്ളത് എന്നറിയാവുന്ന പരമജ്ഞാനികളാണ് അവര്. അപ്പോൾ സാധാരണക്കാരനുണ്ടാകേണ്ട സംശയം സനകാദികൾക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാ ശരീരങ്ങളും, അതായത് ശരീരം എന്ന് പറഞ്ഞാൽ ജഡമാണ്, എല്ലാ ജഡവസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആത്മജ്ഞാനികളായിരിക്കുന്ന സനകാദികള് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചോദ്യം അസാധുവായത്, അപ്രസക്തമായത്. ഇതെന്താ ഭഗവാൻ പറയാൻ കാരണം എന്നാണെങ്കിൽ, പലരുണ്ടെങ്കിലല്ലേ ആരാണ് എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തില് പലർ എന്ന നാനാത്വം ഉണ്ടെങ്കിലാണ് അങ്ങ് ആരാണ് എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സത്യത്തില് പല വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്നിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാം ഇത്, അല്ലെങ്കിൽ അത്, മറ്റേത്, വേറൊന്ന് എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അദ്വൈതം സാക്ഷാത്കരിക്കാത്ത സാധാരണക്കാരുടെ ഇടയിൽ, സംസാരികളുടെ ഇടയിൽ, അവിവേകികളുടെ ഇടയിൽ, അവരുടെ ദൃഷ്ടിയിൽ പലര് ഉണ്ട്. ബഹുജനം പലവിധം എന്ന് പറയും. അപ്പൊ അവർക്ക് പലതുണ്ട്, പലരുണ്ട്. അവർക്ക് ചോദിക്കാം അങ്ങ് ആരാണ്, ഇതെന്താണ് എന്നൊക്കെ. അവർ ചോദിക്കുമ്പോൾ ചോദ്യം സാധുവാണ്. കാരണം അവരൊന്നും അറിയാത്ത വിഷയാസക്തന്മാരാ, സംസാരികളാ, സാധാരണ ആൾക്കാരാണ്. പക്ഷേ അദ്വൈതം സാക്ഷാത്കരിച്ചവര്, ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ബ്രഹ്മാനന്ദത്തിൽ മുഴുകി നടക്കുന്ന നർഗുണ്യസ്ഥേ രമന്തസ്മ എന്ന രീതിയിലുള്ള ഊർധ്വരേതസ്സുകളായ പരമഹംസന്മാര് ഇങ്ങനെ സംശയം ചോദിച്ചാലോ, അപ്പോൾ അത് അസാധുവായിട്ട് വരുന്നു. നമ്മുടെ ലൗകികമായ ജീവിതത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികളോ അല്ലെങ്കിൽ ഭ്രാന്തന്മാരോ മദ്യപാനികളോ മന്ദബുദ്ധികളോ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് ഈ കാണുന്നത് ചന്ദ്രനാണോ സൂര്യനാണോ എന്ന് ചോദിച്ചാൽ അത് സാധുവായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം കൊച്ചു കുട്ടികളാ, അവർക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ്, അവർക്ക് സ്ഥിരബുദ്ധിയില്ല.
അല്ലെങ്കിൽ മദ്യപാനികളാണ്, ആ മദ്യം കഴിച്ചിട്ട് അവന്റെ ബുദ്ധിയൊക്കെ മയങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് സമാധാനിക്കാം. പക്ഷേ പക്വമതിയായിരിക്കുന്ന ഒരുവൻ സ്വബോധത്തോടു കൂടിയിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം അസാധുവാണ്. ഇവൻ എന്ത് ഭ്രാന്ത ഈ പറയണേ, നട്ടുച്ചയ്ക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ പ്രകാശിക്കുന്ന വസ്തു ചന്ദ്രനാണോ സൂര്യനാണോ എന്ന് ചോദിച്ചാൽ അവന്റെ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് നമ്മൾ സാധാരണ പറയണത് പോലെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ വക്താവ്, ശ്രോതാവ്, സന്ദർഭം, ചോദ്യം മുതലായവയെ ആശ്രയിച്ചിട്ടാണ് ഒരു കാര്യം സാധുവാണോ അസാധുവാണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ ഇല്ലയോ, പ്രാധാന്യമുള്ളതാണോ അല്ലയോ എന്നറിയണത് പല ഘടകങ്ങളുണ്ട്. ആരോടാ ചോദിക്കണത്, ആരാ ചോദിക്കണത്, ഏത് സന്ദർഭത്തിലാ ചോദിക്കണത്. ചോദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഉത്തരത്തിന്റെ കാര്യത്തിലും അത് പ്രസക്തമാണ്. ഇവിടെ ശ്രോതാക്കള് സനകാദികളായതുകൊണ്ടാണ് ഭഗവാൻ ഇതുപോലെ പ്രതികരിച്ചത്. വാചാരംഭോ ഹ്യനർത്ഥക, ഉണ്ണികളെ നിങ്ങളുടെ ചോദ്യം തന്നെ വിഡ്ഢിതമായി പോയില്ലോ എന്ന് ഭഗവാൻ ഖണ്ഡിക്കാനുള്ള കാരണം അവര് ആത്മജ്ഞാനികളായതുകൊണ്ടാണ്. സാധാരണ ആൾക്കാരാണെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തേനെ. ദേഹവും ദേഹിയും തമ്മിലെ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു തരണം ഉണ്ണി എന്ന് തൃതീയ സ്കന്ധത്തില് അമ്മയായ ദേവഹൂതി ദേവി ചോദിച്ചപ്പോ പ്രകൃതി പുരുഷ വ്യത്യാസത്തിനെ കുറിച്ച് ഭഗവാൻ വളരെ വിശദമായിട്ട് വർണ്ണിച്ചു കാണിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ ചോദിച്ചത് ആത്മജ്ഞാനികളായ സനകാദികളാണ്. അതുകൊണ്ട് ആ ചോദ്യം അസാധുവാണ് എന്ന് പറയണു. അതായത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ദേവന്മാര്, മനുഷ്യര്, അസുരന്മാര്, പക്ഷികള്, മൃഗങ്ങള് തുടങ്ങിയിട്ടുള്ള എല്ലാ ശരീരഭേദങ്ങളും പഞ്ചഭൂതാത്മകമാണ്. പൃഥ്വി തേജോ വായു ആകാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു രൂപമായിട്ടത് മാറും. മണ്ണിൽ കുഴിച്ചു മൂടിയാൽ മണ്ണായി തീരുന്നതാണ് ഇതൊക്കെ. കൃമി വിട്ട് ഭസ്മസപ്ഞാന്തം എന്നൊക്കെ ദശമസ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. ദഹിപ്പിച്ചാൽ ചാരമായിട്ട് തീരുന്നതോ മണ്ണിൽ കുഴിച്ചിട്ടാൽ മണ്ണോട് മണ്ണായി തീരുന്നതോ ആയ വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പൊ ഇവയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്ന ഭേദം ആകൃതിയിൽ മാത്രമാണ്. മനുഷ്യനെന്നും മൃഗമെന്നും പക്ഷിയെന്നും ദേവനെന്നും പറയുന്നത് ബാഹ്യമായ രൂപത്തിലുള്ള ആകൃതിയിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തില് കുടം, കലം, ചട്ടി, ചെരാത് എന്നീ മൺപാത്രങ്ങൾ പോലെ. ഇപ്പൊ മൺപാത്രങ്ങൾക്ക് അടിസ്ഥാനം മണ്ണാണ്. രൂപഭേദം വരുമ്പോൾ വയറ് വലുതായിട്ട് വായ ചെറുതാവുമ്പോൾ കുടം എന്ന് വിളിച്ചു. മണ്ണുകൊണ്ടുണ്ടാക്കിയ അതേ പദാർത്ഥത്തിന് വലിയ വായയാണെങ്കിൽ കലം എന്ന് വിളിച്ചു. ഒരു പരന്ന പ്രതലമായപ്പോൾ അതിനെ ചട്ടി എന്ന് വിളിക്കണു. എന്നാൽ വലിപ്പം കുറഞ്ഞ് വ്യാസം കുറഞ്ഞ് കൈക്കുമ്പിൾ ഒതുങ്ങാവുന്ന ചെറിയ ഒരു പാത്രമായിട്ട് മാറുമ്പോൾ അതിനെ ചെരാത് എന്ന് വിളിക്കണു. എല്ലാം മണ്ണ് തന്നെയാണ്. അതിന്റെ അടിസ്ഥാന ഘടകം, ഉപാദാന ഘടകം മണ്ണ് തന്നെയാണ്. അപ്പൊ കലം, കുടം, ചട്ടി, ചെരാത് എന്നിവയില് അടിസ്ഥാന ഘടകം മണ്ണാണ് എന്ന് പറയുന്നത് പോലെ, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ആഭരണങ്ങളെ സ്വർണം പോലെ. ഇത് നമ്മൾ പലതവണ കണ്ടതാണ്. മാല എന്നും വള എന്നും കമ്മൽ എന്നും ഒഡ്യാണമെന്നും പാദസരമെന്നും പറയുന്ന വസ്തുക്കൾക്കെല്ലാം അടിസ്ഥാനം സ്വർണമാണ് എന്ന് പറയുന്നത് പോലെ, മാലയ്ക്കും വളയ്ക്കും മോതിരത്തിനും പാദസരത്തിനും എല്ലാം വ്യത്യാസം ആകൃതിക്ക് മാത്രമാണ്. അതുകൊണ്ട് അണിയുന്ന സ്ഥലവും വ്യത്യാസപ്പെടും. ഒരു സ്വർണ്ണപ്പണിക്കാരൻ ചിന്തിക്കുന്നത് ഇത് സ്വർണമാണോ അല്ലയോ എന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വിവേക ദൃഷ്ടിയാണ് വേണ്ടത്. ആഭരണങ്ങളുടെ അടിസ്ഥാനം സ്വർണമാണെന്ന് പറയുന്നത് പോലെ ശരാബാദികളുടെ അടിസ്ഥാനം മണ്ണാണ് എന്ന് പറയുന്നത് പോലെ ഇവയ്ക്ക് അടിസ്ഥാനം കാരണം ഒന്ന് തന്നെയാണ്. കാര്യത്തിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ, കാര്യദ്വാര നോക്കുമ്പോൾ ഇവ പരസ്പരം ഭിന്നമായിട്ട് തോന്നാം. പക്ഷേ കാരണദ്വാര നോക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. കുടം, കലം, ചെരാത് എന്നിവ കാരണസ്വരൂപത്തിലൂടെ നോക്കുമ്പോൾ മണ്ണ് എന്ന ഒരേ ഒരു വസ്തു, കാര്യസ്വരൂപത്തിൽ കൂടെ നോക്കുമ്പോൾ അത് പലതായിട്ട് കാണുന്നു. ബാഹ്യമായിട്ടുള്ള രൂപത്തിന്റെ വ്യത്യാസം കൊണ്ട് പല പേരുകൾ പറയുന്നത് പോലെ ദേവനെന്നും അസുരനെന്നും പക്ഷിയെന്നും മൃഗമെന്നും മനുഷ്യനെന്നും പറയുന്നത്
ബാഹ്യമായ ആകൃതിയുടെ വ്യത്യാസത്തിൽ മാത്രം. അതായത് ദേവനെയും മനുഷ്യനെയും അസുരനെയും തിര്യക്കുകളെയും നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ ഒന്ന് തന്നെ എന്നർത്ഥം. പഞ്ചഭൂതങ്ങളാണ് എല്ലാത്തിൻ്റെയും അസംസ്കൃത പദാർത്ഥങ്ങൾ. പക്ഷേ ആകൃതിയിൽ ഭിന്നമായിട്ട് കാണുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അഭിന്നമായിരിക്കുന്ന സമാനമായിരിക്കുന്ന സാമഗ്രികളെ കൊണ്ടാണ് സകല ദേഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് എന്ന കാര്യം. കാരണദ്വാര നോക്കുമ്പോൾ ഈ ദേഹങ്ങൾ പരസ്പര ഭിന്നങ്ങളല്ല, ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ബാഹ്യമായിട്ട് ഈ ജഡമായ ശരീരത്തിൻ്റെ റാ മെറ്റീരിയൽസ്, അസംസ്കൃത പദാർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ് പഞ്ചഭൂതങ്ങൾ. ഇനി ജഡമായിരിക്കുന്ന ഈ ദേഹങ്ങളെ ചലിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ കാര്യവും അതിൻ്റെ ഉള്ളിലുള്ളത് ഈ അന്തഃപ്രവിശ്യ, ആ ചൈതന്യം ഒന്ന് മാത്രമാണ്, പരമാത്മാവ് അഥവാ ബ്രഹ്മം അഥവാ ഭഗവാൻ. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പൊ അകത്തുള്ള ചൈതന്യവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെല്ലാം ഒരേ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, അഭിന്ന പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, പഞ്ചഭൂതാത്മകമാണ്. ഉള്ളിലുള്ള ചൈതന്യവും ഒന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് വ്യത്യാസം? അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞത്, അപ്പോൾ ഈ സനകാദികളുടെ ചോദ്യം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും വ്യത്യാസമില്ല എന്നിരിക്കെ അങ്ങ് ആര് എന്ന് സനകാദികള് ഹംസരൂപിയായ ഭഗവാനോട് ചോദിച്ചത് അപ്രസക്തമാണ്. അവർ ചോദിച്ച ചോദ്യം ശരീരത്തിനെ ഉദ്ദേശിച്ചോ അതോ ചൈതന്യത്തെ ഉദ്ദേശിച്ചോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ നിരർത്ഥകാണ് എന്ന് പറയേണ്ടി വരും. കാരണം ശരീരം പലതില്ല, ചൈതന്യവും പലതില്ല, ബാഹ്യമായ രൂപം മാത്രമേ പലതുള്ളൂ. ശരീരവും പലതില്ല, ചൈതന്യവും പലതില്ല എന്നിരിക്കെ ഈ ചോദ്യം തന്നെ നിരർത്ഥകമാണ്, അസാധുവാണ്. അങ്ങനെ ഭഗവാൻ അവരോട് പറഞ്ഞു, ബാഹ്യമായിരിക്കുന്ന ഈ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതാത്മകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ താമസാംശങ്ങളാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ്, ഭഗവാനിൽ തന്നെ നിലനിൽക്കുന്നതാണ്, ഭഗവാനിൽ തന്നെ ലയിക്കുന്നതാണ്. സമുദ്രത്തിൽ തിരമാല ഉണ്ടാകുന്നത് പോലെ സമുദ്രം എന്ന വസ്തുവിൽ നിന്ന് തിരമാല ഉണ്ടാവണു, സമുദ്രത്തിൽ നിലനിൽക്കണു, സമുദ്രത്തിൽ തന്നെ ലയിക്കണു. സമുദ്രത്തിൽ നിന്ന് അന്യമായ ഒരു നിലനിൽപ്പ് തിരമാലകൾക്ക് ഇല്ല. ഇതുപോലെ തിരമാല സമുദ്രത്തിൽ നിന്നുണ്ടായി, സമുദ്രത്തിൽ തന്നെ അടിക്കണു, സമുദ്രത്തിൽ തന്നെ ലയിക്കണു. ആ നിലയ്ക്ക് ഈ സമുദ്രത്തിലെ തിരമാല എന്ന് പറയുന്നത് താൽക്കാലികമായൊരു പ്രതിഭാസമാണ്, ഒരു തോന്നൽ മാത്രമാണ്, വ്യാവഹാരിക സത്യമാണ്. തിരമാല എന്ന് പറയുന്നത് സമുദ്രം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ആ ശരീരങ്ങളൊക്കെയും താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. അതായത് വക്താവായ ഹംസരൂപിയായ ഭഗവാന്റെ ശരീരവും അങ്ങനെ തന്നെയാണ്. അത് ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വീകരിച്ചതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹംസരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ഈ ശരീരം, അരയന്നത്തിൻ്റെ ഈ ശരീരം ആശ്രയിച്ചിരിക്കുന്നത് ചൈതന്യത്തിന് തന്നെയാണ്, പരമാത്മാവിനെ തന്നെയാണ്. വക്താവായ എനിക്ക് എന്താണ് ആശ്രയം? വക്തോർ വാ മേക ആശ്രയ എന്ന് ഭഗവാൻ ചോദിച്ചതാണ്. എൻ്റെ ഈ ശരീരവും ആ പരമാത്മാവിൽ അധിഷ്ഠിതമാണ്, ഞാൻ തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല. നേഹ നാന അസ്തി കിഞ്ചന, ഇവിടെ പലത് എന്നതില്ല. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന അദ്വൈത സിദ്ധാന്തത്തിനെ ഒന്നുകൂടി ഉറപ്പിക്കണം. അപ്പോൾ ഇവിടെ പലത് എന്നത് ഇല്ല. ഇതാദ്യം മനസ്സിലാക്കൂ സനകാദികളെ. ഈയൊരു ചൈതന്യത്തിനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ അന്യങ്ങളായി ഇന്ദ്രിയങ്ങൾ കൊണ്ടോ കാണാനായിട്ട് സാധിക്കില്ല. അഥവാ എന്തുകൊണ്ടെല്ലാം
കാണാനോ കേൾക്കാനോ സാധിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. രണ്ട് തരത്തിലും പറയാം. കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും നാവ് കൊണ്ട് രുചിക്കുന്നതും എല്ലാം എൻ്റെ തന്നെ രൂപഭേദങ്ങളാണോ? എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. നേഹ നാനാസ്തി കിഞ്ചന. ഭഗവാൻ പറഞ്ഞു, മനസാ വചസാ ദൃഷ്ട്യാ ഗൃഹ്യത അന്യൈപ്യവീന്ദ്രിയൈ അഹം ഏവ ന മത്ത അന്യത് ഇതി ബുദ്ധ്യധ്വം അഞ്ജസാ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതെല്ലാം അഹം ഏവ, ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കൂ. മത്ത അന്യൽ ന, എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് പരമാർത്ഥ വിചാരം നടത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. പഞ്ചഭൂതാത്മകമായിരിക്കുന്നതാണ് സർവവും എന്നത് പ്രത്യക്ഷമായിട്ട് അനുഭവം. ഈ 5 ഭൂതങ്ങളും അതിൻ്റെ പരമകാരണവും അഭേദമായിട്ട് തന്നെ ഇരിക്കണു. അതുകൊണ്ട് കാര്യകാരണങ്ങൾക്ക് തമ്മിൽ ഐക്യമുണ്ട് എന്ന് കാണിക്കുകയാണ് ഭഗവാൻ. മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ ഏതേതിനെ ഗ്രഹിക്കുന്നുവോ അതൊക്കെയും ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് ഭിന്നമായിട്ട് അന്യമില്ല എന്ന് തത്വവിചാരം ചെയ്യൂ. നിങ്ങൾ മനസ്സിലാക്കൂ. കാരണം അങ്ങ് ആരാണ് എന്ന ചോദ്യത്തിന് അഹം ബ്രഹ്മാസ്മി, ഞാൻ സർവാത്മകനാവണു എന്ന പരമാർത്ഥമായ ഉത്തരാണ് ഭഗവാൻ പറഞ്ഞത്. ആത്മാവ് ഏകൻ. ഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് വേറെ ഭാവം ഇല്ല എന്ന കാരണം കൊണ്ട് ഞാൻ ആത്മാവ് തന്നെയാണ്. ആത്മാവിന് നാനാത്വം അഥവാ അനേകത്വം ഇല്ല എന്നുണ്ടെങ്കിൽ സർവാത്മാവ് തന്നെയാണ്, പരമേശ്വരൻ തന്നെയാണ് ഞാൻ എന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ആരാണ് എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതെല്ലാം എന്നെ തന്നെയാണ്, എന്നിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഗുണങ്ങൾ മനസ്സിലേക്കും മനസ്സ് ഗുണങ്ങളിലേക്കും ആവേശിക്കേണ്ടത് നിരന്തരമായിട്ട്. അതാണ് ഭഗവാൻ പിന്നത്തെ ഉപദേശമായിട്ട് പറഞ്ഞത്. 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയണു, ഗുണേഷു ആവിശതേ ചേതോ ഗുണാശ്ചേതസ പ്രജാ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മന. ആത്മാവ് ഏകൻ തന്നെയാണ്, സർവവും ആത്മാവാണ്, ആ ആത്മാവ് ഞാൻ തന്നെയാണ് എന്ന് ആത്മസ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം ആ സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണു. ഹേ പുത്രന്മാരെ, നിങ്ങൾ ശങ്കിക്കണു. ഗുണങ്ങൾ മനസ്സിലും മനസ്സ് ഗുണങ്ങളിലും ചേർന്നുകൊണ്ടേയിരിക്കണു. ഇത് രണ്ടും കൂടി ചേർന്ന് ജീവന്റെ ഉപാധിയായിട്ട് തീരണു. ജീവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ, സർവേശ്വരനായ എൻ്റെ അംശമാണ്. ഈ ഗുണങ്ങളും മനസ്സും കൂടി ചേർന്ന് ബ്രഹ്മാംശമായിരിക്കുന്ന ജീവന്റെ ഉപാധിയാവണു. ഇതിനെയാണ് ലിംഗദേഹം എന്ന് പറയുക. ഇത് ജീവസ്വരൂപമല്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ. കർത്താവ് ഭോക്താവ് എന്ന നിലയിൽ വിഷയങ്ങളോടുകൂടി ചേർന്നിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിങ്ങനെ പറയാം എന്നല്ലാതെ ഇതിനെ ജീവസ്വരൂപം എന്ന് പറയാൻ പാടില്ല. ജീവസ്വരൂപമാണെങ്കിൽ അവയ്ക്ക് തമ്മിൽ വേർപാടുണ്ടാവാൻ പാടില്ല. വേർപെട്ടാൽ ജീവസ്വരൂപം നശിച്ചു. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപം തന്നെ ആയതുകൊണ്ട്, ബ്രഹ്മത്തിൻ്റെ അംശമായതുകൊണ്ട് അതിന് നാശമില്ല. എന്ന് പറഞ്ഞാൽ മനസ്സും ഗുണങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ്. എൻ്റെ അംശമായ ജീവന്റെ ഉപാധിയാണ് മനസ്സും ഗുണങ്ങളും. ജീവന്റെ സ്വരൂപമല്ല, ജീവന്റെ ഉപാധിയാണ്, ജീവന്റെ സ്വരൂപമല്ല. അതിര് കടന്ന ഗുണസേവ കൊണ്ട്
ഗുണങ്ങൾക്കുള്ള താല്പര്യം കൊണ്ട് മനസ്സ് ഗുണങ്ങളിൽ ആവേശിക്കണു. അതെങ്ങനെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണു. ഗുണേഷു ചാവിശ്ചിത്തമഭീക്ഷണം ഗുണസേവയാ ഗുണശ്ച ചിത്തപ്രഭവ മദ്രൂപ ഉഭയം ത്യജേൽ. ഗുണകാര്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ സേവിക്കുന്നത് കൊണ്ട് ആ വാസന ബലപ്പെടുന്നു. അങ്ങനെ ബലപ്പെടുന്നത് കാരണം ചിത്തം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ആ വിഷയങ്ങൾ ചിത്തത്തിനെ ആശ്രയിച്ചുകൊണ്ട് വാസനാരൂപേണ ചിത്തത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. ഗുണങ്ങളും വിഷയങ്ങളും അന്യോന്യം വർദ്ധിച്ചു വരികയാണ് പൂരകമായിട്ട്. ഗുണങ്ങളും വിഷയങ്ങളും അന്യോന്യം പോഷകഭാവത്തിൽ വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഹേ സനകാദികളെ മനസ്സിലാക്കിക്കോളൂ, ഇത് രണ്ടും എൻ്റെ സ്വരൂപമല്ല, വാസ്തവമല്ല. ഇതറിഞ്ഞിട്ട് പരമാർത്ഥമായ ജീവസ്വരൂപനായിട്ടിരിക്കൂ. എന്നിട്ട് രണ്ടിനെയും ഉപേക്ഷിക്കൂ. ആ ഗുണങ്ങളെയും വിഷയങ്ങളെയും ഉപേക്ഷിക്കുക. അപ്പോൾ വിവേകത്താൽ ഇത് മനസ്സിലാക്കണം. വിഷയങ്ങൾ മിഥ്യാഭൂതങ്ങളാണെന്ന് നിശ്ചയം വരുമ്പോൾ, തീർച്ച വരുമ്പോൾ, വിഷയങ്ങളെന്ന് പറയണത് നശിക്കണതാണ്, സത്യത്വമില്ല എന്ന വിവേകം കൊണ്ട് അറിയുമ്പോൾ ചിത്തം അവയിലേക്ക് പ്രവേശിക്കാതാവും. എന്ന് പറയാൻ നശിച്ചു പോണ സാധനത്തിലേക്ക് ആർക്കും താല്പര്യമുണ്ടാവില്ലല്ലോ. ഇത് നശിക്കാത്തതാണെന്നുള്ള ചിന്ത കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് മോഹം. ഇതൊക്കെ നിസ്സാരങ്ങളാണ്, ക്ഷണികങ്ങളാണ്, താൽക്കാലികങ്ങളാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തത്വവിചാരം കൊണ്ട് വിവേകത്താൽ അറിയുമ്പോൾ, അതായത് വിഷയങ്ങൾ അസത്യങ്ങളാണെന്ന് ഉറപ്പ് വരുമ്പോൾ ചിത്തം ആ വിഷയങ്ങളിലേക്ക് ഒഴുകാണ്ടാവും. ഇതാണ് വിരക്തി എന്ന് പറയുക. വിവേകം വരുമ്പോഴാണ് വിരക്തി വരണത്. വിരക്തി വർദ്ധിക്കും തോറും സ്വന്തം രൂപം എന്താണ്? ആത്മസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, ബോധസ്വരൂപമാണ്, നിർവികാരമാണ്, നിസ്സംഗമമാണ്, നിർമ്മമാണ് തൻ്റെ രൂപം എന്ന സ്വസ്വരൂപാനുസന്ധാനമുണ്ടാവും. ഇങ്ങനെ സ്വന്തം രൂപം ഇന്നത് എന്നറിയും. അപ്പോൾ ചിത്തം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാതാവുമ്പോൾ വിഷയങ്ങൾ ചിത്തത്തിലേക്കും പ്രവേശിക്കാതിരിക്കും. രണ്ടുപേരും ബന്ധുക്കളായിരിക്കുമ്പോൾ ഗൃഹത്തിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടു കൂട്ടിയിട്ട് പരസ്പരം ഒട്ടിച്ചേർന്ന് അയാളുടെ ഗൃഹത്തിലേക്കും ഇങ്ങോട്ട് ഗൃഹത്തിലേക്കും വരണു. എന്നാൽ ഈ രണ്ടുപേരെ കൊണ്ട് പരസ്പരം ഉപകാരമില്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ രണ്ടും ദുഃഖപ്രദങ്ങളാണ്, ദ്രോഹകരങ്ങളാണെന്ന് അറിയുമ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിൽ പരസ്പരം വേർപെടുന്നത് പോലെ, അകലുന്നത് പോലെ. അപ്പോൾ ഒരു കൂട്ടര് ദുഷ്ടന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ ചേർച്ച കൊണ്ട് നാശമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇല്ലാതാകുന്നത് പോലെ. തമോദ്വാരം യോഷിതം സംഗി സംഘം എന്ന് ഋഷഭയോഗീശ്വരൻ പറഞ്ഞ പോലെ ചില ആൾക്കാരുമായിട്ട് കൂട്ടുകൂടിയാൽ ആപത്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെ ഈ വിഷയങ്ങളോടുള്ള ചേർച്ച ദുഃഖകരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, വിഷയങ്ങളുടെ സുഖം നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചിത്തം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കില്ല, വിഷയങ്ങൾ ചിത്തത്തിലേക്കും പ്രവേശിക്കില്ല. ഇങ്ങനെ പരസ്പരം വേർപെട്ട മൈത്രി പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഭൗതികമായിട്ട് ഉദാഹരണം പറയാം. ഇങ്ങനെ രണ്ടിൻ്റെയും ചേർച്ചയ്ക്ക് ശിഥിലത സംഭവിക്കണു. അപ്പോഴാണ് സ്വന്തം രൂപം ഇന്നതാണ് എന്നറിയാം. വിഷയങ്ങളും മനസ്സും രണ്ടും പരസ്പരം വേർപെടണു, മനസ്സ് ശുദ്ധമായി തീരണു. ഇങ്ങനെ സ്വരൂപബോധം കൊണ്ട് രണ്ടിനെയും ഉപേക്ഷിക്കണം. രണ്ടിനെയും എന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങളെയും ഉപേക്ഷിക്കണം, വിഷയങ്ങളെയും ഉപേക്ഷിക്കണം. അപ്പോഴാണ് കൂടസ്ഥൻ എന്ന നില സിദ്ധിക്കുക. നിസ്വാർത്ഥനായ, നിർമ്മമനായ, ശുദ്ധനായ, നിസ്സംഗനായ, നിർവികാരനായ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അവസ്ഥ, അതാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. ഇങ്ങനെയിരിക്കുന്ന ആ ഗുണങ്ങളുടെ
ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ചിത്തത്തിനെ വേർപെടുത്തുക. അപ്പൊ അതിര് കടന്ന ഗുണസേവ കൊണ്ടാണ് മനസ്സ് ഗുണങ്ങളിൽ ആവേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഗുണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ചിത്തമാണ്. രണ്ടും എന്നിൽ നിന്ന് അന്യമല്ല എന്ന ഭാവത്തിനെ വികസിപ്പിച്ചിട്ട് ഈ കടുങ്കെട്ട് പൊട്ടിക്കാം. അപ്പൊ ആത്മസ്വരൂപത്തിനെ അറിയലാണ് ഇതിൽ നിന്ന് സിദ്ധിക്കേണ്ടത്. ഇനി ആത്മസ്വരൂപം എന്താണ്? മൂന്നവസ്ഥകളെയും കടന്ന് നാലാമത്തെ അവസ്ഥയായ തുരീയ അവസ്ഥയിൽ ഇരിക്കുന്നതാണ് ആത്മചൈതന്യം എന്ന് പറയുന്നു ഭഗവാൻ. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ഒരു ജീവാത്മാവിൻ്റെ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് പറയുന്നു. ആ മൂന്നവസ്ഥകൾക്കും സാക്ഷീഭൂതനായിട്ടാണ് ഈ ചൈതന്യം ഇരിക്കുന്നത്. അപ്പൊ സ്വരൂപബോധം കൊണ്ട് കൂടസ്ഥ നില സിദ്ധിക്കും എന്ന് പറഞ്ഞു. ആ കൂടസ്ഥ നില സിദ്ധിക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടെ വിവരിക്കണോ ഭഗവാൻ. ഒരു ജീവാത്മാവിൻ്റെ ബുദ്ധിയുടെ വൃത്തികളാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ മൂന്നവസ്ഥകളും ബുദ്ധിവൃത്തികളാണ്, ജീവന്റെ അവസ്ഥകളല്ല. മനസ്സിന്റെ നില അനുസരിച്ചിട്ടാണ്, മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ആത്മാവിന് മാറ്റമില്ല. അപ്പോൾ ഈ മൂന്നവസ്ഥകൾ ജീവന്റേതല്ല. ഇവ സ്വതയുള്ളതുമല്ല, ഗുണസംബന്ധം നിമിത്തമുണ്ടായതാണ്. സത്വാ ജാഗരണം വിദ്യാൽ രജസ സ്വപ്നമാദിശേൽ പ്രസ്വാപം തമസാജന്തോ തുരീയം തൃഷു സന്തതം എന്നാണ് മഹാത്മാക്കൾ പറയുക. സത്വഗുണം കൊണ്ട് ജാഗ്രതാവസ്ഥ ഉണ്ടാവണു, രജോ ഗുണം കൊണ്ട് സ്വപ്നാവസ്ഥ ഉണ്ടാവണു, തമോ ഗുണം കൊണ്ട് സുഷുപ്തിയിലാണ്ട് പോണു. ഇതാണ് ജീവന്മാർക്കുണ്ടാകുന്ന അവസ്ഥകൾ. എന്നാൽ ഈ മൂന്ന് അവസ്ഥയിലും വ്യാപിച്ചു നിൽക്കുന്നത്, എന്നാൽ മൂന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുമായ നാലാമത്തെ അവസ്ഥ, അതാണ് ജീവൻ. ഇങ്ങനെ മൂന്നവസ്ഥകളെയും സാക്ഷിയായിട്ടിരിക്കുന്ന ജീവൻ അവസ്ഥകളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നവനാണ്, അവസ്ഥാലക്ഷണങ്ങൾ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് വിലക്ഷണനാണ് എന്ന് പറയാം. താസാം വിലക്ഷണോ ജീവ. ജാഗ്രതയിലുമുണ്ട് ഇന്ദ്രിയങ്ങളും ആത്മാവും, സ്വപ്നത്തിലുമുണ്ട് ഇന്ദ്രിയങ്ങളും ആത്മാവും, സുഷുപ്തിയിലായി ഇന്ദ്രിയങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിലും അവിടെയുമുണ്ട് ആത്മാവ്. അപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ഉണർച്ചയും നിദ്രയും അനുസരിച്ചുണ്ടാവുന്നതാണ്. പക്ഷേ ഈ അവസ്ഥയിലെല്ലാം മാറ്റമില്ലാതെ ആത്മാവുണ്ട്. അതായത് സുഷുപ്തിയിൽ പോലും ഉറങ്ങാതിരിക്കുന്നത്, ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് നമുക്ക് ബോധ്യമുണ്ടാവുന്നത് ആത്മചൈതന്യം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സുഷുപ്തി അവസ്ഥയിൽ പോലും ഉറങ്ങാത്തതായ ബോധസ്വരൂപമായ, ജ്ഞാനസ്വരൂപമായ, ആനന്ദസ്വരൂപമായ ചൈതന്യമാണ്. അതിനെയാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിൽ നിന്ന് വിലക്ഷണനാണ്, ഭിന്നനാണ് ഈ സാക്ഷി ചൈതന്യമായിട്ടുള്ള ജീവൻ. ആ ചൈതന്യമാണ് ഞാൻ. ഇങ്ങനെ സാക്ഷി സ്വരൂപമായ ജീവനായിട്ടിരുന്നു കൊണ്ട് ഗുണത്തിനെയും ചേതസ്സിനെയും ഉപേക്ഷിക്കുമ്പോൾ ഗുണസംബന്ധ നിമിത്തമുള്ള അവസ്ഥകളിൽ നിന്ന് അതീതനായി തീരാം, കൂടസ്ഥ നിലയിൽ പ്രകാശിക്കാം എന്നർത്ഥം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ ബുദ്ധികളുടെ വൃത്തികൾ ഉണ്ടാവണത് ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയാണ്, അനുഭവിക്കുന്നവനല്ല. അനുഭവിക്കുന്നവനാണ് എന്ന് ഭ്രമിച്ചു പോണു എന്നതാണ് സത്യം. അതാണ് അധ്യാത്മോപനിഷത്തിൽ പറഞ്ഞത്, അകർത്താഹം, അഭോക്താഹം, അവികാരോഹം, അവ്യയ എന്ന് പറയണത്. പക്ഷേ ഈ മനസ്സുമായിട്ടുള്ള അഭേദ്യമായ സമ്പർക്കം കൊണ്ട് ആത്മാവിന് ഭ്രമം തോന്നുന്നു, ഇതെല്ലാം താനാണ് അനുഭവിക്കുന്നത് എന്ന്. ഈ ഭ്രമമാണ്
സംസാരത്തിനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഭ്രമമാണ് യർഹി സംസൃതിർബന്ധോയം ആത്മനോ ഗുണവൃത്തിത. ഇപ്രകാരമാണ് ഒരു ജീവാത്മാവിന് സംസാരബന്ധം ഉണ്ടാവണത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് അവസ്ഥകൾ ഉണ്ടാവണു, അത് നിമിത്തം സംസാരമുണ്ടാവണു. അപ്പൊ സംസാരത്തിനെ ഉപേക്ഷിക്കണമെങ്കിൽ മൂന്നവസ്ഥകൾക്കും അതീതനായിട്ടിരിക്കണം, ഗുണാതീതനായിട്ടിരിക്കണം, അവസ്ഥാത്രയ വിലക്ഷണനായിട്ടിരിക്കണം, കൂടസ്ഥനായിരിക്കണം എന്ന് സാരം. അങ്ങനെ ഇരുന്നു കൊണ്ട് ബുദ്ധിയോടുള്ള ചേർച്ചയെ ഉപേക്ഷിക്കുമ്പോൾ ഗുണചേതസ്സുകളുടെ സംബന്ധം ഇല്ലാണ്ടാവണു. ഈ വിവേകം ഇല്ലാത്തത് കൊണ്ടാണ് ബുദ്ധിയുടെ വൃത്തികളെ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, കാമം, മോഹം തുടങ്ങിയിട്ടുള്ള ബുദ്ധിവൃത്തികളെ സ്വന്തം വൃത്തികളായിട്ട് തെറ്റായിട്ട് ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങി, ഞാൻ ഉണർന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഉറങ്ങണില്ല. ഉറക്കവും ഉണർച്ചയും ഇല്ലാത്ത, ഒന്നും ചെയ്യാത്ത ആത്മസ്വരൂപമാണ് ഞാൻ. ഇതറിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ ഉണരേണ്ട ആവശ്യവുമില്ല എന്ന് മനസ്സിലാവും. ഞാൻ ഉറങ്ങി, ഞാൻ ഉണർന്നു എന്നുള്ള ഭാവം ഉണ്ടാവണത് ബുദ്ധിവൃത്തികളെ സ്വന്തം വൃത്തികളാക്കിയിട്ട് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ സ്വസ്വരൂപാനുസന്ധാനം, സ്വരൂപത്തിനെ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ ഗുണങ്ങളുടെയും ചേതസ്സിൻ്റെയും ചേർച്ച വിട്ടുപോവും എന്നർത്ഥം. അതുകൊണ്ട് ഈ രൂപങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഇരിക്കുക, അവസ്ഥാത്രയങ്ങൾക്ക് അതീതനായിട്ട് ഇരിക്കുക. അപ്പൊ ഈ ഭ്രമം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉദ്ധവ, ഭഗവാൻ പറയണു, ഞാൻ സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തതുപോലെ തുര്യനായിരിക്കുന്ന നാലാമത്തെ അവസ്ഥയിൽ വിലക്ഷണനായിരിക്കുന്ന എന്നിൽ നിലയുറപ്പിക്കുക. അപ്പോൾ മനസ്സും ഗുണങ്ങളും തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോവും. ബന്ധമുണ്ടായത് അഹംബോധം കൊണ്ടാണ്. ആത്മാവിൻ്റെ സ്വരൂപമായ ആനന്ദം ഈ ബന്ധത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. ഞാൻ ആര് എന്നുള്ള ഉള്ളിൽ തന്നിൽ താനായിട്ട് പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിൻ്റെ പ്രകാശം മൂടപ്പെടണു, ആവരണം ചെയ്യപ്പെടണു. ഘടദീപം പോലെ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ചെരാത് കത്തിച്ചു വെച്ചാൽ പുറത്തേക്ക് പ്രകാശം കിട്ടാത്തതുപോലെ എന്ന് വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇതുപോലെയാണ് അജ്ഞതയാകുന്ന കാർമേഘം വന്ന് മൂടുമ്പോൾ ജ്ഞാനമാകുന്ന സൂര്യനെ കാണാത്തതുപോലെ. മഴക്കാറ് വന്ന് മൂടുമ്പോൾ സൂര്യനെ കാണില്ല, പക്ഷെ സൂര്യൻ അസ്തമിക്കണില്ല, സൂര്യൻ മറയണില്ല. ഇതുപോലെ ഈ ആവരണം വന്നു കഴിഞ്ഞാൽ, അഹങ്കാരകൃതമായിരിക്കുന്ന ബന്ധം വന്നു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആനന്ദം മറയ്ക്കപ്പെടുകയാണ്. ഇതാണ് എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം. ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് ഇഹലോക വിഷയങ്ങളിൽ വിരക്തി സമ്പാദിക്കണം. തുരീയനായ എന്നിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സംസാര ചിന്ത ഒഴിവാക്കാം. ഈ യുക്തികളെ കൊണ്ട് നാനാത്വ ബുദ്ധി ഒഴിവാക്കണം എന്ന് പറയുന്നു. ഗുണേഷു ചാവിശ്ചിത്തം അഭീക്ഷണം ഗുണസേവയാ. ഈ ഗുണങ്ങളുമായിട്ട് സേവ വരുന്നത് കൊണ്ടാണ് ഈ അബദ്ധമൊക്കെ വരുന്നത്. അപ്പൊ ഈ ഗുണങ്ങളുമായിട്ട് ഏതുവരെ ബന്ധമുണ്ടാവണമോ അപ്പൊ വരെ ഈ അജ്ഞത ഉണ്ടാവണു. യർഹി സംസൃതം ബന്ധോയം ആത്മനോ ഗുണവൃത്തിത മൈതുര്യേ സ്ഥിതോ ജഹ്യൽ ത്യാഗസ്തദ് ഗുണചേതസാം. ഈ ഗുണങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് അവസ്ഥകളും അതുകൊണ്ട് സംസാരവും ഉണ്ടാവുന്നത് കൊണ്ട് ഗുണാതീതനായിട്ട്, ഗുണയത്രാതീതനായിട്ട് ഇരിക്കണം. അഹങ്കാരത്തിനെ ഉപേക്ഷിക്കണം. ബുദ്ധിയുടെ വ്യാപാരങ്ങളെ സ്വന്തം വ്യാപാരങ്ങളെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. ഇത് അഹങ്കാര നിമിത്തമാണ്. അതുകൊണ്ട് സ്വരൂപത്തിന് മാറ്റം വന്നതായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. ഒരിക്കലും മാറാത്ത അച്യുതനായിരിക്കുന്ന ആ ചൈതന്യത്തിന് മാറ്റമുണ്ടാവണു എന്ന് തോന്നണത് ഈ സ്വസ്വരൂപാനുസന്ധാനം ഇല്ലാത്തത് കൊണ്ടാണ്, അഹങ്കാരം വന്നതുകൊണ്ടാണ്. അഹങ്കാരമാകുന്ന കാർമേഘം വന്നപ്പോൾ സ്വസ്വരൂപത്തിനെ
മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വന്തം രൂപത്തിന് മാറ്റം സംഭവിച്ചതായിട്ട് മനസ്സിലാക്കണം. മറ്റൊന്നിനെ താനായിട്ട് ധരിക്കുന്നത് കൊണ്ട് സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിനെ അറിയാണ്ട് വന്നു. ഇതാണ് സംസാരം. ഇതാണ് ഏറ്റവും വലിയ അനർത്ഥം. ഇത് മനസ്സിലാക്കുന്ന വിദ്വാൻ ബുദ്ധിയോടുള്ള ചേർച്ച തന്നെയാണ് ദുഃഖം എന്ന് നിശ്ചയിച്ചിട്ട് 3 അവസ്ഥകൾക്കും അതീതനായിരിക്കുന്ന തുര്യനായിരിക്കുന്ന എന്നിലിരുന്നു കൊണ്ട് സംസാര ചിന്തയെ ഉപേക്ഷിക്കണം. അർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ തുര്യസ്ഥിത 4ാമത്തെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സംസാര ചിന്താം ത്യജേത്, സംസാര ചിന്തയെ ഉപേക്ഷിക്കണം സനകാദികളെ എന്ന് ഹംസരൂപിയായിട്ടുള്ള ഭഗവാൻ പറയുന്നു. ഇനി ഭഗവാൻ പറഞ്ഞത് കൂടസ്ഥ നില സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം. യാവന്നാനാർത്ഥധീയ പുംസോ ന നിവർത്തേത യുക്തിഭി ജാഗർത്യഭി സ്വപന്നജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. കൂടസ്ഥ നില പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരു ഗുരുവിനെ സമ്പാദിച്ച് ഗുരുവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിച്ച് മഹാവാക്യങ്ങളെ ശ്രവണം ചെയ്ത് മനനം ചെയ്ത് അവയുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കി യുക്തികൾ ഉപയോഗിച്ച് നാനാത്വ ബുദ്ധിയെ നശിപ്പിക്കണം. ഇങ്ങനെ നാനാത്വ ബുദ്ധിയെ നശിപ്പിച്ചാലല്ലാതെ അനർത്ഥഹേതുവായിരിക്കുന്ന സംസാരത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ നാനാത്വ ബുദ്ധി നശിപ്പിച്ചില്ലെങ്കിൽ സംസാരം എന്ന ചിന്ത നശിക്കാൻ പോണില്ല. വിപരീത ജ്ഞാനത്തിൻ്റെ നാശവും പരമാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉത്ഭവവും ഒന്ന് തന്നെയാണ്. അതായത് അറിവിൻ്റെ ഉത്ഭവവും അഹങ്കാരത്തിൻ്റെ നാശവും ഒന്ന് തന്നെയാണ്. അറിവുണ്ടാവുമ്പോൾ, ജ്ഞാനപ്രകാശം വരുമ്പോൾ ഈ ദേഹാത്മബുദ്ധി ഇല്ലാണ്ടാവണം. ഇങ്ങനെ ശ്രമിച്ച് തെറ്റായിട്ടുള്ള ധാരണ കളയാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ കളയാൻ ശ്രമിക്കാത്തവൻ ഉണർന്നിരിക്കുന്നവനാണെങ്കിലും അവൻ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നവനോട് തുല്യമാണ്. ഇതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത് ദേഹസ്ഥോപിന ദേഹസ്ഥോ എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ്. 11ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ദേഹസ്ഥോപിന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്ന യഥോദ്ധിത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ് യഥ എന്ന് 11ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ ഭഗവാൻ ഇവിടെയും അത് തന്നെയാണ് പറയണത്. ഈ മിഥ്യാധാരണ കളയാതിരിക്കുന്നവൻ ഉണർന്നിരിക്കുന്നവനാണെങ്കിലും ഉറങ്ങിയവനോട് തുല്യമാണ്. കാരണം പരമാർത്ഥമായ വസ്തുവിൽ ഉണർച്ച ഇവനെ കിട്ടിയിട്ടില്ല. ഇവൻ ഇപ്പോഴും ഈ സംസാരത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. ഈ സംസാരം, ഈ പ്രപഞ്ചം എന്നുള്ളത് മിഥ്യയാണ് എന്നറിയാത്ത കാലത്തോളം അവൻ ഭൗതികമായിട്ട് ഉണർന്നിരിക്കുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ട് ഉറങ്ങി തന്നെയാണ്. സ്വപ്നത്തിൽ ഒരുത്തൻ പദാർത്ഥങ്ങളെ കാണുന്നുണ്ട് എങ്കിലും അവൻ കാണുന്ന പദാർത്ഥങ്ങൾ സത്യമല്ല എന്നവൻ അറിയണില്ല. സ്വപ്നത്തിൽ കാണുമ്പോൾ സ്വകാലയെ സത്യവത് ഭാതി, അനുഭവിക്കുമ്പോൾ ഒക്കെ എല്ലാം ശരിയാ. സ്വപ്നം ഒരു നിധി കിട്ടിയെന്നോ ആന കുത്താൻ വന്നു എന്നോ നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് തോന്നുന്നു. പക്ഷെ അനുഭവിക്കുമ്പോൾ അത് വാസ്തവത്തിലുള്ളതല്ല, ഞാൻ സ്വപ്നം കാണുകയാണ് എന്നവൻ അറിയണില്ല. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾ അനുഭവിക്കുന്ന ആ നേരത്ത്, സ്വപ്നം കാണുന്ന നേരത്ത് സത്യമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മിഥ്യാവസ്തുക്കൾ നിമിത്തം, സത്യത്തിൽ ഇല്ലാത്ത വസ്തുക്കൾ നിമിത്തം സുഖവും ദുഃഖവും അവൻ അനുഭവിക്കണം. ഇതുപോലെ യുക്തികൾ കൊണ്ട്, വിവേകം കൊണ്ട് തെറ്റായ ധാരണ കളയാതിരിക്കുന്നത് വരെ ആത്മാവിന് സുഖദുഃഖങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഈ ഒരു വിവേകം വരുന്നത് വരെ ആത്മാവിന് തോന്നുന്നതായ വികാരങ്ങൾ സത്യമാണെന്ന് തോന്നും. സ്വപ്നത്തില് പദാർത്ഥങ്ങളെ ഉള്ളതായിട്ട് കണ്ട ഒരുത്തൻ ഉണർന്നപ്പോൾ ആ പദാർത്ഥങ്ങളെ ഇല്ലാതായി എന്ന് മനസ്സിലാക്കി, അയ്യോ സ്വപ്നത്തിൽ കണ്ടതൊക്കെ വിഡ്ഢിത്തമായിരുന്നുവല്ലോ, എനിക്ക് നിധി കിട്ടിയെന്ന് കണ്ടതോ
എന്നെ ആന കുത്താൻ വന്നു എന്ന് പറഞ്ഞതോ എല്ലാം മായയായിരുന്നു, സത്യമായിരുന്നില്ല എന്ന് ഉണർന്നപ്പോഴാണ് അവൻ അറിഞ്ഞത്. അപ്പൊ ഈ അറിവുണ്ടായപ്പോ, നിദ്രയിൽ നിന്ന് ഉണർന്ന് ഈ ജ്ഞാനം ഉണ്ടായപ്പോൾ മാത്രമാണ് സ്വപ്നത്തിൽ നിന്നുണ്ടായ സുഖദുഃഖങ്ങൾ നീങ്ങിയത്, തൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ എത്തിയത്. ഓ, ഞാൻ കിടക്കാമ കിടന്ന് കാണുകയായിരുന്നു ഇതെല്ലാം എന്ന ബോധ്യം വന്നത്. അതുവരെ ദുഃഖം അനുഭവിച്ചില്ലേ? ഉവ്. ആന കുത്താൻ വന്നില്ലേ? ഉവ്. കൈകാല് കുഴഞ്ഞു, ശരീരം മുഴുവൻ വേർത്തൊലിച്ചു, നമ്മൾ ഒരുപാട് വേദന അനുഭവിച്ചു, ഉറക്കെ അലറി വിളിച്ചു. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് താൻ ചെയ്തത് മുഴുവൻ പമ്പര വിഡ്ഢിത്തമായിരുന്നു എന്ന ജാള്യതയോടെ ഓർക്കണത്. പക്ഷേ സ്വപ്നത്തിൽ അനുഭവിക്കുമ്പോൾ എല്ലാം സത്യാണ്. അതുവരെ ദുഃഖം അനുഭവിച്ചു. ഉറങ്ങിയ ആളും ഉണർന്ന ആളും ഒരാൾ തന്നെയല്ലേ? പക്ഷേ അവസ്ഥയ്ക്ക് വളരെ ഭേദമുണ്ടായി. ഇതുപോലെ അജ്ഞാനം നശിച്ചാൽ മാത്രമല്ലാതെ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. ആ അജ്ഞാനം നശിക്കുന്നത് വരെ അവൻ ഉറങ്ങിയവനാണ്. ജ്ഞാനമുണ്ടാവുമ്പോൾ അവൻ ഉണർന്നു എന്ന് പറയാം. ഈ സ്വരൂപത്തിനെ അറിഞ്ഞാലല്ലാതെ വിഷയങ്ങൾ മിഥ്യകളാണെന്ന് അറിയുമില്ല. അതേവരെ വിഷയങ്ങൾ സുഖങ്ങൾ തരണതാണ്, സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ പുറകെ, സമ്പത്തിന്റെ പുറകെ, സ്ത്രീയുടെ പുറകെ, ഗൃഹത്തിന്റെ പുറകെ എല്ലാം ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹേ സനകാദികളെ, യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയാണ് ശ്രേയസ്സിന് വേണ്ടത്. ഇങ്ങനെ ഈ സ്വരൂപത്തിനെ അറിഞ്ഞാലല്ലാതെ വിഷയങ്ങൾ മിഥ്യയാണെന്ന് അറിയില്ല. ഇക്കാരണം കൊണ്ട് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവാൻ അത്ര എളുപ്പമല്ല. വളരെ പരിശ്രമിച്ച് ഈ അവസ്ഥയിലെത്തണം. എത്തിയാൽ മാത്രമേ അജ്ഞാനത്തിന്റെ സ്വഭാവത്തിനെ അറിയുള്ളൂ. അതിനു മുമ്പ്, ഈ ജ്ഞാനാവസ്ഥ എത്തുന്നതിന് മുമ്പ് അജ്ഞാനം തന്നെയാണ് ജ്ഞാനനിലയെ വഹിച്ചിരുന്നത്. വിചാരിച്ചതൊക്കെ ശരിയാണ്, ശരിയാണ്, ശരിയാണ്. സ്വപ്നം കണ്ടവന് സ്വപ്നം ശരിയാണെന്ന് തോന്നുന്നത് പോലെ ഞാനിപ്പോൾ കാണുന്നതൊക്കെ, അനുഭവിക്കുന്നതൊക്കെ സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന് തോന്നും ഒരു മനുഷ്യന്. യഥാർത്ഥ ജ്ഞാനമുണ്ടാവുമ്പോൾ അജ്ഞാനമുണ്ടായതും നിലനിന്നതും നശിച്ചതും എങ്ങനെയാണ് എന്നറിയാൻ പറ്റും. ഇപ്രകാരം ജ്ഞാനാവസ്ഥയിലെത്തുമ്പോഴേ ഇതറിയുള്ളൂ. അതുകൊണ്ട് അജ്ഞാനസ്വരൂപമായിരിക്കുന്ന സുഷുപ്തിയെയും അറിഞ്ഞ ആത്മാവ് സാക്ഷിയായിട്ടിരുന്നതേയുള്ളൂ. ആത്മാവ് ഇതിനൊന്നും ബാധകമല്ല, കർത്താവല്ല, ഭോക്താവല്ല. ഇങ്ങനെ അജ്ഞാനസ്വരൂപമായ സുഷുപ്തിയെയും അറിഞ്ഞ ആത്മാവ് സാക്ഷിയായിട്ടിരുന്നു, അവസ്ഥകളായിട്ടിരുന്നില്ല എന്ന തുരീയ അവസ്ഥയെ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ഇതാണ് ഒരുത്തൻ സ്വപ്നേ ജാഗരണം യഥാ, സ്വപ്നത്തിൽ കാണുന്നവൻ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കണു. അസത്വാദാത്മനന്യേഷാം ഭാവാനം തൽകൃതാഭിധ ഗതയോഹ യഥവശ്ചാസ്യ മൃഷ സ്വപ്നദൃശോ യഥാ. ദേഹാദികളും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ തുടങ്ങിയുള്ള ജാതിഭേദങ്ങൾ, സ്വർഗാദി ഫലങ്ങൾ, അവയെ പ്രാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ആത്മാവിനുള്ളതല്ല. കാരണം ആത്മാവ് നിർമ്മമനാണ്, നിഷ്കാമനാണ്, നിഷ്കളങ്കനാണ്, നിർവികാരനാണ്, നിർഗുണനാണ്. അപ്പൊ ആത്മസ്വരൂപം ധരിക്കുന്നതിന് മുൻപായിട്ട് മേൽപ്പറഞ്ഞ ഭിന്നതകൾ, വ്യത്യാസങ്ങളെല്ലാം ഉള്ളതായിട്ട് തോന്നാം. പക്ഷേ സ്വരൂപജ്ഞാനമുണ്ടായാൽ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ലോകത്തൊന്നുമില്ല, നേഹ നാനാസ്തി കിഞ്ചന എന്ന സ്വരൂപജ്ഞാനമുണ്ടായാൽ പിന്നെ ഈ ഭേദഭാവനയ്ക്ക് ആസ്പദമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നർത്ഥം. അപ്പൊ സ്വപ്നം കാണുന്നവന് എല്ലാം സത്യമായിട്ട് തോന്നും, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് എല്ലാം മിഥ്യയായിട്ട് തോന്നുന്നത് പോലെ. അതുകൊണ്ട് യുക്തി കൊണ്ട് നാനാത്വ ബുദ്ധിയെ ഒഴിവാക്കണം. യുക്തികളെ കൊണ്ട് നാനാത്വ ബുദ്ധി നീങ്ങാതിരിക്കുന്നത് എന്ന് വരെയാണോ അന്ന് വരെ മനുഷ്യൻ സ്വപ്നം കാണുകയാണ് എന്ന് പറയാം. അവൻ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും, എന്നാലും അവൻ സ്വപ്നത്തിലാണ്. കാരണം അവൻ അജ്ഞനാണ്.
സമ്യക് ദർശനം ഇല്ലാത്തവനാണ്, ആത്മതത്വം അറിയാത്തവനാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. സത്യത്തില് ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യയാണ്, സ്വപ്നത്തിന് തുല്യമാണ്. അതുകൊണ്ട് സനകാദികളെ ദേവൻ, മനുഷ്യൻ തുടങ്ങിയ ദേഹഭേദങ്ങളും കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒരിക്കലും ആത്മാവിനെ സ്പർശിക്കണില്ല. ഇതെല്ലാം മിഥ്യയാണ്. അപ്പോൾ സ്വപ്നത്തിലെ അനുഭവം സത്യമല്ലാത്തതുപോലെയാണ് ഈ ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം. പ്രപഞ്ചത്തിന് സത്യത്വമില്ല. ബ്രഹ്മസത്യം, ജഗന്മിഥ്യ എന്ന് മനസ്സിലാക്കൂ. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സനകാദികളെ എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ ഉപദേശം ഇനിയും തുടരുകയാണ്.